ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച്. ഇന്ന് ഞാൻ സംസാരിക്കാനായി പോകുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഡിപ്രഷൻ എന്നുള്ളത്. എന്താണ് ഡിപ്രഷൻ എന്നതിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് ഞാൻ നടത്തുന്നത്. ഡിപ്രഷൻ ഉണ്ടാകുന്നത് പലവിധ കാരണങ്ങളായി കൊണ്ടാണ്. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ഒരു സങ്കീർണമായൊരു മാനസികാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ, ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, കരയാൻ കഴിയാത്ത അവസ്ഥ, സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെ നിർവികാരമായ ഒരവസ്ഥയിലോട്ട് മനുഷ്യൻ പോയിക്കൊണ്ടേയിരിക്കും. ഇതിനെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാം. എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു എന്നുള്ളതിന് പലവിധമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ്. അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളിലോട്ട് കടന്നു വരുന്നത്. അതായത് അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററിയാണ്. രണ്ടാമത്തേത് ജനറ്റിക് പ്രീഡിപ്പോസിഷനാണ്. ഫാമിലി ഹിസ്റ്ററി ഫാമിലിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലോട്ടും ആ ഒരു അവസ്ഥ കടന്നു വരുന്ന അവസ്ഥ. രണ്ടാമത്തേത് ജനറ്റിക് പ്രീഡിപ്പോസിഷനിൽ ജനറ്റിക് വേരിയേഷൻസ് വരുന്നത് കാരണം നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അത് ബാധിക്കുകയും അങ്ങനെ ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാവുകയും ചെയ്യും. അതാണ് നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ്. ജനറ്റിക് ഫാക്ടേഴ്സ് വലിയൊരു പങ്ക് ഡിപ്രഷനിൽ സ്ഥാനമുണ്ട്. ഡിപ്രഷൻ്റെ കാര്യത്തിൽ ജനറ്റിക് ഫാക്ടേഴ്സിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. അടുത്തത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് നമുക്ക് ട്രോമ നമുക്ക് എടുക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന കാരണത്തിൽ ഉണ്ടാകുന്ന അബ്യൂസുകൾ, അതേപോലെ നെഗ്ലക്റ്റ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന അവഗണന, ലോസ്, പ്രിയപ്പെട്ടവരുടെയോ മറ്റെന്തിൻ്റെയെങ്കിലും ഉള്ള നഷ്ടം, ഇതെല്ലാം ട്രോമാറ്റിക് ആവാം. അതായത് ബ്രെയിനെ വല്ലാണ്ട് ബാധിക്കുകയും ആള് ഡിപ്രഷനിലോട്ട് പോകുവാനും ഉള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ക്രോണിക് സ്ട്രെസ്സാണ്. ക്രോണിക് സ്ട്രെസ്സിനകത്ത് വന്നിട്ട് നമ്മുടെ ജോബ് നഷ്ടമാകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജോബിനകത്തുണ്ടാകുന്നതായ അനുഭവങ്ങളോ, ജോബ് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ഉള്ള അനുഭവങ്ങൾ നിരന്തരം നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ അതൊരു ക്രോണിക് സ്ട്രെസ്സിലോട്ട് പോകും. അങ്ങനെ അതൊരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരാം. അടുത്തത് സോഷ്യൽ ഐസൊലേഷനാണ്. സാമൂഹ്യമായ ഏതൊരു ബന്ധങ്ങളും ഇല്ലാതെ ഒരാൾ കഴിഞ്ഞുകൂടിയാൽ, ഒരുപാട് നാളുകൾ കഴിഞ്ഞുകൂടിയാൽ വന്നു ചേരാവുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. മേജർ ലൈഫ് ചേഞ്ചസ് ഇൻ ലൈഫ്, അതായത് ഡിവോഴ്സ്, ജോബ് ലോസ്, അതേപോലെ ഹെൽത്ത് ഇഷ്യൂസ്, പലതരമായ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആളുകളെ എന്തിലോട്ട് കൊണ്ടുപോകാം? ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകാം. ഇങ്ങനെ പലവിധമായ കാരണങ്ങൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് ലോട്ടാണ് പോകുന്നത്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട് പാറ്റേൺ ആണ്. എപ്പോഴും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും അതിൻ്റെ ശരിയായ ദിശയിൽ എടുക്കില്ല. അതിനെ മറ്റൊരു രീതിയിലായിരിക്കും അവർ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അത് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവർ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള തലത്തിലോട്ട് അതിനെ പോവുകയും അതിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ, ചുറ്റുമുള്ള ആർക്കും തന്നെ ഒരു സമാധാനം കൊടുക്കാത്ത ഒരവസ്ഥ വന്നു ചേരാം. പിന്നെ അടുത്തത് ലോ സെൽഫ് എസ്റ്റീമാണ്. പുവർ സെൽഫ് ഇമേജ്, അവരെക്കുറിച്ച് തന്നെ അവരുടെ സെൽഫ് ഇമേജ് വളരെ പുവറാണ്. അത് കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയും ഡിപ്രഷന് കാരണമാകും. പിന്നെ പെർഫെക്ഷനിസമാണ്. പെർഫെക്ഷനിസത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ചെയ്യുന്നതെല്ലാം 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരാഗ്രഹം. അങ്ങനെ പെർഫെക്ഷന് പിടിച്ചാൽ നമുക്കൊരിക്കലും സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒന്ന് ചെയ്യും, വീണ്ടും അതിനെ നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ പെർഫെക്ഷനിസം പലപ്പോഴും ഡിപ്രഷന് കാരണമാകാറുണ്ട്. ലാക്ക് ഓഫ് പർപ്പസ് ആൻഡ് മീനിങ്, ഫീലിംഗ്, ഒരിക്കലും ഒരു നിറഞ്ഞ ഒരവസ്ഥ, ഫീല് ചെയ്യാത്ത ഒരവസ്ഥ, അതായത് ഒന്നിലും ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരവസ്ഥ എപ്പോഴും മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുക. ഇത്
ഇതും ഡിപ്രഷന് കാരണമാകാറുണ്ട്. മൂന്നാമത്തെ ഫാക്ടേഴ്സിൽ വരുന്നത് ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഇൻബാലൻസ് ഓഫ് ഹാപ്പി ഹോർമോൺസ്, അതായത് ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, അതുപോലെ ഗാബ, ഇതെല്ലാം തന്നെ പിന്നെ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇതിൻ്റെ ഡിസ്ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുകയും അത് ഡിപ്രഷന് കാരണമാവുകയും ചെയ്യാറുണ്ട്. പിന്നെ ബ്രെയിൻ സ്ട്രക്ചർ, ചിലപ്പോഴൊക്കെ ഈ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിപ്രഷന് കാരണമാകാറുണ്ട്. അതായത് മെയിനായിട്ടുള്ള അമിഗ്ദല, ഹിപ്പോ ക്യാമ്പസ്, പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫോർമേഷനിൽ വന്നിട്ടുള്ള തകരാറുകൾ പലപ്പോഴും ഡിപ്രഷനിലോട്ട് ഒരു വ്യക്തിയെ കൊണ്ടുപോകാറുണ്ട്. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഹോർമോണൽ ഫാക്ടേഴ്സാണ്. അതായത് ചില പ്രത്യേക ഏജ് സമയങ്ങളിൽ, അതായത് ഒരു വ്യക്തി പുബർട്ടിയിലോട്ട് പോകുമ്പോൾ, മെനോപാസിലോട്ട് പോകുമ്പോൾ, പ്രഗ്നൻസിയിലോട്ടൊക്കെ പോകുമ്പോൾ അവരിൽ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ ഈ സമയങ്ങളിലൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതായത് പലപ്പോഴും 10-14 വയസ്സ് 13 വയസ്സിലോട്ടൊക്കെ കുട്ടികൾ കയറുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഡിപ്രഷൻ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ സ്ത്രീകൾ മെനോപോസിലോട്ട് പോകുമ്പോഴും ഒരു 40 വയസ്സ് തുടങ്ങി അങ്ങോട്ട് എപ്പോഴും ഒരു ഡിപ്രഷൻ്റെ ഫീലിംഗ് അനുഭവപ്പെടാറുണ്ട്. ഇതെല്ലാം ഹോർമോണിൽ വരുന്ന ഇംബാലൻസ് ആണ് ഇതിന് കാരണമാകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ചില മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് തൈറോയ്ഡ് ഡിസോർഡർ, ക്രോണിക് പെയിൻ, സ്ലീപ്ലെസ്നെസ്, ഇതെല്ലാം ഡിപ്രഷന് വഴിവെക്കാറുണ്ട്. ഇനി സബ്സ്റ്റാൻസ് അബ്യൂസ്, നിരന്തരമായിട്ടുള്ള സബ്സ്റ്റാൻസ് അബ്യൂസ് ഒരു വ്യക്തിയെ പതുക്കെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും. സബ്സ്റ്റാൻസ് അബ്യൂസ് ആദ്യം ഒരു ഹരമായിട്ട് തോന്നുകയും പിന്നെ അത് ഒരു മീനിങ്ലെസ്സിലോട്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകും. ആരും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് തന്നെ ഒരു പുവർ ഇമേജ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും, അവരുടെ ജോബ് നഷ്ടമാകും. അങ്ങനെ ഒരു വെർത്ത്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലോട്ട് ഒരു വ്യക്തി പോകുമ്പോൾ അവരിൽ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ പലവിധമായ കാരണങ്ങളാലാണ് ഡിപ്രഷൻ എന്നുള്ള ഒരവസ്ഥയിലോട്ട് ഒരു വ്യക്തി കടന്നു ചെല്ലുന്നത്. ഇത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ അതിനെ കണ്ടെത്തി നിങ്ങൾ ചികിത്സിക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഫാമിലിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കണം. ഒരിക്കലും ആവശ്യമില്ലാത്ത ഉള്ള ഭാരങ്ങൾ വഹിക്കുവാനോ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിൽ ചെന്നുപെടാതെ നമ്മൾ നോക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അപ്പോൾ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുകയും ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകുന്നത് കണ്ടാൽ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് നമ്മൾ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈൽഡ് മോഡറേറ്റ് സ്റ്റേജിൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും നമുക്ക് ഡിപ്രഷനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും. അത് 1, 2, 3 സെഷൻ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഏകദേശം 6 മുതൽ 8 മാസത്തോളം ഇതിൻ്റെ കൗൺസിലിങ്ങിനും സൈക്കോതെറാപ്പിക്കുമായിട്ട് സമയമെടുക്കും. എന്നാലും ഒരു വ്യക്തിയുടെയും അവന് ചുറ്റുമുള്ളവരുടെയും ജീവിതം ഇരുട്ടിലോട്ട് പോകുന്നതിന് നമുക്കൊരു 6 മാസം കൊണ്ട് മെഡിസിൻ്റെ ഒരു സാന്നിധ്യമില്ലാതെ, മെഡിസിൻ എടുക്കാതെ തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയേറെ വലുതാണ്. വളരെ ഡിപ്രഷൻ ഫീൽഡിൽ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും നടത്തുന്ന സൈക്കോളജിസ്റ്റിന് നിങ്ങളെ നന്നായിട്ട് സഹായിക്കാനായിട്ട് പറ്റും. അവർക്ക് ഇതിൽ പ്രത്യേകം പ്രാഗൽഭ്യമുള്ളവരാണ് അവരെന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളവരെ കണ്ടെത്തി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാനായിട്ട് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും എടുക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പം നമ്മളിപ്പോൾ മൈൽഡ്, മോഡറേറ്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റേജ് ഉണ്ട്.
ആ ക്ലിനിക്കൽ സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞാൽ മെഡിസിൻ്റെ സഹായമില്ലാതെ ഒരിക്കലും ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് പറ്റുകയില്ല. അത് വർഷങ്ങളായ കേസുകളായിരിക്കും. 5, 6, 7, 8 വർഷമായിട്ടും അവരിങ്ങനെ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നതാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലറെ കാണുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക എന്ന് പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ ഒരു പാതകം പോലെയൊക്കെയാണ് പലരുടെയും മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. ഭ്രാന്താലയത്തിൽ കൊണ്ടാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അതിനു മുമ്പ് ഹീൽ ചെയ്യാവുന്ന സ്റ്റേജുകളിൽ, മൈൽഡ് മോഡറേറ്റ് സ്റ്റേജുകളിൽ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല പലപ്പോഴും. ഒരു കൗൺസിലറെ കാണാനോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട അഭിപ്രായം എടുക്കാനോ ഒന്നും പലപ്പോഴും പലരും തയ്യാറാവില്ല. നമ്മുടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ, അതായത് ഞങ്ങൾ ചെയ്യുന്ന കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിനകത്ത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയോടൊപ്പം നിന്ന് അവരെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൊണ്ടുവരിക എന്നതാണ്. വേണ്ടുന്ന ഇൻ്റർവെൻഷൻസും എല്ലാം നൽകി അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ്. അതിനകത്ത് അവരും അവരുടെ കൂടെയുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സും വളരെയേറെ സഹകരിച്ചാൽ മാത്രമേ ആ വ്യക്തിയെ നമുക്ക് ഇരുട്ടറയിൽ നിന്നും പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഇങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ല, എപ്പോഴും നിരാശ, സങ്കടം, കരച്ചിൽ, ഇങ്ങനെയുള്ള അവസ്ഥ, ഭക്ഷണം പോലും കഴിക്കാൻ താല്പര്യമില്ല, കുളിക്കാൻ താല്പര്യമില്ല, നല്ല വസ്ത്രം ധരിക്കാൻ താല്പര്യമില്ല, ഇങ്ങനത്തെ അവസ്ഥയിലോട്ട് നിങ്ങൾ നിരന്തരം കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് വർഷങ്ങൾ ആകാൻ നിങ്ങൾ കാത്തിരിക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. നിങ്ങൾ അത് അനുഭവിച്ചു തുടങ്ങിയാൽ 1-2 മാസത്തിനകം നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ വേണ്ടുന്ന ഹെൽപ്പ് എടുത്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ബൈ ബൈ.